അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ IP68 കണ്ടു. ഇപ്പോൾ പല ഫോണുകളും IP69 വരുന്നുണ്ട്. ഇനി നാളെ എന്തായിരിക്കും? IP70 ആയിരിക്കുമോ? അല്ല, നമ്മൾ IP റേറ്റിംഗ് എന്ന് പറഞ്ഞ പല ഫോണുകളും കാണാറുണ്ട്. IP68, IP69 എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈ നമ്പേഴ്സും ഈ ലെറ്റേഴ്സും ഒക്കെ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ IP എന്ന് വെച്ചാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എന്നാണ്. അതായത് നമ്മളെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്മാർട്ട് ഫോണിലൊക്കെ പൊടിപടലങ്ങളിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സംഭവം. അതാണ് IP റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഈ 68 അല്ലെങ്കിൽ 69 എന്ന് പറയുന്നത് നമുക്ക് എക്സും വൈയും ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ എക്സിൻ്റെ വാല്യൂ 0 to 6 വരെയും വൈയുടെ വാല്യൂ 0 to 9 വരെയാണ് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ മാക്സിമത്തിലെത്തി. IP69 എന്ന് പറഞ്ഞാൽ എക്സ് വൈയുടെ വാല്യൂ മാക്സിമത്തിലെത്തി. ഇതിൽ എക്സ് വാല്യൂ, അതായത് ഇപ്പോഴത്തെ 6 എന്ന് പറയുന്ന വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് പൊടിപടലങ്ങളൊന്നും നമ്മൾ ഫോണിൽ കയറില്ല. വൈ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ 9 ആയി. ഇത് പറയുന്നത് ഇപ്പോൾ 8 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വെള്ളമോ കാര്യങ്ങളോ മഴയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ നമ്മൾ വെള്ളത്തിൽ ആക്സിഡൻ്റലി വീണ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഫോൺ അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതിലെല്ലാം കണ്ടീഷൻ അപ്ലൈഡ് ആണ്. അതായത് ഈ ഫോണുകളെല്ലാം ലാബിലാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഫ്രഷ് വാട്ടറിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെളിയുള്ള വെള്ളത്തിലോ ഒക്കെ ഫോൺ വീണ് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. ഇപ്പോൾ ആക്സിഡൻ്റലായിട്ട് ട്രെയിൻ അല്ല നമ്മൾ കൈ എഴുതുന്ന ടൈമിൽ അങ്ങനെ ഇത്തിരി വെള്ളം തെറിച്ച് വീണു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. 68 വരുമ്പോഴത്തേക്ക് 69 വരുമ്പോഴത്തേക്ക് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ സെയിം തന്നെയാണ്. വൈയുടെ വാല്യൂ 9 ആയിട്ട് മാറി. അപ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രഷർ കൂടിയ വെള്ളം, അതായത് ജെറ്റ് പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ മിക്ക ഫോണുകളിലും അങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളം, അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയ ഹൈ ടെമ്പറേച്ചറുള്ള വെള്ളം, അങ്ങനെയുള്ള ലിക്വിഡ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഈ 68 നിന്ന് 69 മാറുമ്പോഴത്തേക്ക് ഇതാണ് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്, ഹൈ പ്രഷർ വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വാട്ടർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മാക്സിമം വാല്യൂ കഴിഞ്ഞു. ഇനി IP70 എന്ന് പറഞ്ഞൊരു നെയിമിംഗ് കൺവെൻഷൻ വരാനുള്ള സാധ്യത തീരെയില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എന്തായിരിക്കും പ്രൊട്ടക്ഷൻ എന്ന് നോക്കിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരുതാം ഈ IP69+ ഈ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ റെസിസ്റ്റന്റ് അല്ലെന്നുണ്ടെങ്കിൽ കൊറോഷൻ റെസിസ്റ്റന്റ്, വേണമെങ്കിൽ വാട്ടർ പ്രൂഫിങ്. ഇപ്പൊ നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ IP റേറ്റിംഗ് എല്ലാം വരുന്നത്. അതായത് ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷേ പ്രൂഫ്ഡ് അല്ല. വെള്ളം കേരളത്തിലൊന്നും ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അത് മാറി വേണമെങ്കിൽ IP69+ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ സംഭവം വരാം, അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടുള്ള ഫോൺ വരാം. നാനോ ടെക്നോളജി ഒക്കെ വിചാരിച്ചിട്ട് ഉപയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പോർട്ട്ലെസ് ആയിട്ടുള്ള ഫോൺ വരാം, കംപ്ലീറ്റ്ലി ഈസിം ആക്കിയിട്ട് പോർട്ടുകളൊന്നും പുറത്ത് കാണാത്ത യാതൊരു ഓപ്പണിംഗും ഇല്ലാത്ത രീതിയിൽ ഫോണുകൾ വരാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യത. അതല്ലാതെ IP70 എന്ന് പറഞ്ഞൊരു കൺവെൻഷനോ അല്ലെങ്കിൽ IP72, 75 അങ്ങനെയൊന്നും വരാനുള്ള സാധ്യത തീരെയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, IP69 റേറ്റിംഗ് ആയിട്ട് വരുന്ന ഫോണുകൾ നമ്മൾ ഒരിക്കലും കൊണ്ടുവന്ന് വെള്ളത്തിൽ ഡയറക്റ്റ് മുക്കരുത്. മുക്കിയാൽ ചിലപ്പോൾ നമ്മളെ ഭാഗ്യം പോയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫോൺ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ സോൾട്ട് വാട്ടറോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒരുപാട് കലർന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വാറണ്ടി ഒന്നും കവേർഡ് ആവത്തില്ല. ഈ IP റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ വീണു വാറണ്ടി കവേർഡ് ആവണമെന്ന് കൊണ്ട് ചെന്നാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരാതെ ഇരിക്കാം. അപ്പോൾ എന്തായാലും IP69 കഴിഞ്ഞു. ഇനി അടുത്ത റേറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.